ഈ നിരാഷ്ട്രവാദത്തെ എതിർത്തൊരു രാജ്യമുണ്ട്. 10 രാജ്യങ്ങളിൽ ഒരു പ്രധാന രാജ്യം. നമ്മളൊക്കെ സ്നേഹം കൊണ്ട് വല്ലാതെ ചേർത്ത് വെക്കുന്ന, ഫുട്ബോൾ ഗ്രൗണ്ടിലും മറ്റുള്ളിടങ്ങളിലുമൊക്കെ വലിയ സ്നേഹത്തോടെ ആരാധനയോടെ നോക്കിക്കാണുന്ന അർജന്റീന. വെറുക്കണം ആ രാജ്യത്തെ. ആ രാജ്യത്തിന്റെ കലയാകട്ടെ, സ്പോർട്സ് ആകട്ടെ, രാഷ്ട്രീയമാകട്ടെ, മനസാക്ഷിയുള്ളവർ വെറുക്കേണ്ടത് ഏറ്റവും അനിവാര്യ ഘടകമാണ്. ഞാനും ലയണൽ മെസ്സി എന്ന് പറയുന്ന ഒരു കളിക്കാരന്റെ വ്യക്തിപരമായ കഴിവിനപ്പുറത്തേക്ക് ആ രാജ്യത്തോടുള്ള സ്നേഹം, ആ രാജ്യത്തോടുള്ള എന്റെ വ്യക്തിപരമായ ആദരവ് അതൊന്നുമല്ലെങ്കിൽ പോലും അവസാനിപ്പിക്കുന്നു. കാരണം ഈ വിഷയത്തിൽ ഇസ്രയേലിനോടൊപ്പമാണ് ഈ അർജന്റീന എന്ന് പറയുന്ന രാജ്യം ആദ്യം മുതൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അത് ഏറ്റവും ഗൌരവവും ഗുരുതരവും മ്ലേച്ഛവുമായി കണ്ടത് ഈ പ്രമേയാവതരണ വേളയിലുമാണ്. അതും ഇന്ത്യ അടക്കമുള്ള രാജ്യം മറയില്ലാതെ വ്യക്തതയോടെ ദ്വിരാഷ്ട്രവാദം അംഗീകരിച്ചുകൊണ്ട് 2 രാജ്യങ്ങളും നിലനിൽക്കണം, രണ്ടിടത്തെയും മനുഷ്യർ സമാധാനത്തോടെ ജീവിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയത്തെ എതിർത്ത 10 രാജ്യങ്ങൾ, അതിലൊന്ന് അർജന്റീനയാണ്. അതുകൊണ്ട് തന്നെ ലോകം ഇവരെയും തിരസ്കരിക്കേണ്ടതുണ്ട്. ഇവര് മാനവികതയുടെ ശത്രുക്കളാണ്, മനുഷ്യത്വത്തിന്റെ വേട്ടനായ്ക്കളാണ്. പാവങ്ങളായ ഫലസ്തീനികളായ ആയിരക്കണക്കിന് മനുഷ്യർ, 10,000-കണക്കിന് മനുഷ്യർ പട്ടിണി കിടന്ന് ഭക്ഷണമില്ലാതെ നരകിച്ച് മരിക്കുന്നത് കാണുമ്പോഴും വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന ഈ പരമനാറികളെ ഒരു കാരണവശാലും പിന്തുണയ്ക്കാനാവില്ല. അതുകൊണ്ട് ഈ നിമിഷം മുതൽ ഈ പറയുന്ന സ്പോർട്സിലൂടെയാണെങ്കിലും ഈ രാജ്യത്തോടുള്ള അതിന്റെ സ്നേഹവും കടപ്പാടും അവസാനിപ്പിക്കും. ഇസ്രായേൽ എന്ന ചെറ്റ രാജ്യം എത്ര പാവപ്പെട്ട പിഞ്ച് പൈതങ്ങളെയും കുടുംബങ്ങളെയാണ് തകർത്തത്. എത്ര പേര് അനാഥരാക്കിയിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ എത്ര പേര് കടന്ന് അലയുന്നുണ്ട്. എന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് കൊടി പിടിക്കാൻ വേണ്ടി കുറേ നാറികൾ, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ കുറേ തന്തയില്ലാത്ത നാറികളുണ്ട്. അവരൊക്കെയാണ് ആദ്യം ചോട്ടിക്കൂട്ടേണ്ടത്. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യണ പോലെ ആദ്യം പിടിച്ച് തല്ലണം.